ഞാൻ അന്ന് ഡി ജിയുടെ സ്റ്റാഫ് ഓഫീസർ ആയതുകൊണ്ടും ഡി ജിയുടെ അടുപ്പമുള്ളത് കൊണ്ടും ഞാൻ വിചാരിച്ചു എനിക്ക് ഒരു വേണ്ടുന്ന പോസ്റ്റിങ് കിട്ടുമെന്ന്. എനിക്ക് കമാൻഡ് ചെയ്തു. ഈ ആർമിയിൽ കയറി കഴിയുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കമാൻഡ് ചെയ്യണമെന്നാണ്. അപ്പോൾ കമാൻഡ് ചെയ്യാൻ നല്ല യൂണിറ്റ് വേണം. നല്ല യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സെറ്റപ്പ് ആയിട്ടുള്ള യൂണിറ്റ്, റണ്ണിങ് പ്രശ്നമൊന്നുമില്ലാത്ത യൂണിറ്റാണെങ്കിൽ നമ്മുടെ കമാൻഡ് നല്ല സന്തോഷമായിട്ട് പോകും. എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെ നല്ല കമാൻഡ് വേണം. ആരും പ്രശ്നങ്ങളുള്ള യൂണിറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഞാനും ആഗ്രഹിക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ബോസിനോട് പറഞ്ഞു, സർ എൻ്റെ ബോർഡ് വരുന്നുണ്ട്, എനിക്കറിയാൻ വയ്യാനാകുമോ ഇല്ലയോ എന്ന്. അപ്പം അയാൾ ദേഷ്യപ്പെട്ടു, എന്താ അറിയാൻ വയ്യാത്തത്? ഞാൻ പറഞ്ഞു, സർ എങ്ങനെ അറിയുന്നത്, ബോർഡല്ലേ പറയേണ്ടത് ഞാൻ ആകുമോ ഇല്ല എന്നുള്ളത്. അപ്പം അദ്ദേഹം MS ബ്രാഞ്ച്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് MS ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന കേണലിനെ വിളിച്ചു. എനിക്ക് അവനെ ഇന്നടത്ത് പോസ്റ്റ് ചെയ്യണം, ഇവിടെ അടുത്ത് എൻ്റെ പ്രൊമോഷൻ കിട്ടുമ്പോൾ അവിടെ പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഓക്കെ സർ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വളരെ സന്തോഷിച്ചു. ഓക്കെ, എനിക്ക് വേണ്ട സ്ഥലത്ത് കിട്ടുകയാണല്ലോ, ഒന്നുമില്ലെങ്കിലും ഡി ജിയുടെ കൂടെ പണി ചെയ്തതല്ലേ, അപ്പം ഇത്രയൊക്കെ ചോദിക്കാമല്ലോ. എൻ്റെ ജീവിതത്തിൽ രണ്ടാമതാണ് ചോദിക്കുന്നത്. ആദ്യമേ ചോദിച്ചത് ട്രിവാൻഡ്രമായിരുന്നു, കിട്ടിയത് ലേ ആണ്. അതിൻ്റെ ഇതുകൊണ്ട് ഞാൻ ഒരിക്കലും പിന്നെ പോസ്റ്റിങ് ചോദിക്കാഞ്ഞത്. ഇത് ചോദിച്ചപ്പോൾ ഞാൻ വെച്ചു, ഓക്കെ ഫൈൻ, ഇത് കിട്ടുമല്ലോ. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പം ഈ കേണൽ വലിയൊരു ചാർട്ട് ഒക്കെ ആയിട്ട് വന്നിട്ട് ഡി ജി ഇരിക്കുക വന്നു. അപ്പം ഞാൻ വിചാരിച്ചില്ല എന്നെപ്പറ്റി എന്തെങ്കിലും ആയിരിക്കുമെന്ന്. അദ്ദേഹം വന്നിരുന്ന് എന്തൊക്കെയോ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം ഡി ജിയുടെ ഓഫീസ് ഓർഡറിൽ എന്നെ വന്ന് വിളിച്ചു, സാബ് ആപ്കോ യാദ് കർ, അങ്ങനെ പറയുന്നത്, സാറിന് കാണുമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്നു. അപ്പം അദ്ദേഹം എന്നെ വിളിക്കുന്നത് ജേക്സ് എന്നാണ്, ജേക്കബിന് പകരം ജേക്സ്. ജേക്സ്, ഞാൻ നീ പറഞ്ഞിടത്ത് തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എൻ്റെ ബോർഡൊന്നും ആയിട്ടില്ലല്ലോ. അത് കുഴപ്പമില്ല, നീ ഇപ്പോൾ പോകണം, അവിടെ വേക്കൻസി ഉണ്ട്, ഇപ്പോൾ പോകണം. അപ്പോൾ അവിടെ നിന്ന് അടുത്ത് തന്നെ ഈ വീട്ടിലോട്ട് മാറാൻ നോക്കും എന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമായി. ആ പോസ്റ്റിംഗ് ആയിരുന്നു കൗണ്ടർ ഇൻസർജൻസി ഫോഴ്സ്, കിലോ ഫോഴ്സ്, അതായത് ആൻറ്റി ടെററിസ്റ്റിൻ്റെ ഒരു ഫോർമേഷനിലോട്ടാണ് എന്നെ പോസ്റ്റ് ചെയ്തത്, അതിന് ഹെഡ് ക്വാർട്ടറിൽ. അപ്പോൾ അവിടുത്തെ അന്നേരം ഈ ഫോഴ്സ് ഉണ്ടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടംപോലെ പണിയാണ്. ഈ ഫോഴ്സിനെ എല്ലാം എക്വിപ്പ് ചെയ്യണം, അവർക്ക് വേണ്ടുന്നത് ആംസ്, അമ്യൂണിഷൻസ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്ത് എല്ലാം അവിടുന്ന് ഇവിടുന്നൊക്കെ എത്തിപ്പിക്കണം. അപ്പോൾ നല്ല പണിയാണ്. അപ്പം ഞാൻ ഓർത്തു, ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ചെയ്തിട്ട് എനിക്ക് ഈ പണി കൂടെ കിട്ടിയാൽ പിന്നെ എങ്ങനെയാ? എന്തായാലും കിട്ടിയതല്ല. ഞാൻ എൻ്റെ ഭാര്യയെ അവിടെ ആക്കി, ഡൽഹിയിൽ തന്നെ ആക്കി. ഞാൻ കൗണ്ടർ ഇൻസർജൻസി ഫോഴ്സ് ഹെഡ് ക്വാർട്ടർ ശ്രീനഗറിനടുത്തുള്ള ഷരീഫാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ഞാൻ ജോയിൻ ചെയ്തു. ഇതെൻ്റെ ആദ്യത്തെ സെപ്പറേഷനാണ് എൻ്റെ ഭാര്യ കല്യാണം കഴിഞ്ഞു. ഷരീഫാബാദ് കിലോ ഫോഴ്സിൻ്റെ കീഴിൽ 3 സെക്ടർ ഹെഡ് ക്വാർട്ടറുണ്ട്. എല്ലാം വളരെ ആക്റ്റീവായിട്ടുള്ള ഹെഡ് ക്വാർട്ടർ. അതായത് എന്നും എവിടെയെങ്കിലുമൊക്കെ എൻകൗണ്ടറാണ്, എന്നും കാഷ്വാലിറ്റി, അതായത് ഓഫീസേഴ്സിനോ പട്ടാളക്കാർക്കോ വെടികൊള്ളുന്നുണ്ട്. അവരെ അവിടുന്ന് ഇപ്പോൾ സ്ഥിരം ആക്ഷനാണ്. അപ്പോൾ രാത്രിയിലൊക്കെ ഫോൺ വരും, ഇതാ. ഇപ്പം ഞാൻ ആക്ഷന് പോകുന്നില്ലെങ്കിലും ഒക്കെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് വേണം, അല്ലെങ്കിൽ അവിടെ ബുള്ളറ്റ് പ്രൂഫ് പട്ക വേണം. അപ്പോൾ അവിടെ ഇതില്ല, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റണം. ഫുൾ ടൈം ഈ റിസോഴ്സസ് മാറ്റണം. അപ്പം പലപ്പോഴും ഞാൻ ഈ ആക്ഷൻ നടക്കുന്ന സ്ഥലത്ത് പോകും. പിന്നെ ആൻറ്റി മൈൻ വെഹിക്കിളുണ്ട്, അപ്പോൾ അതിൻ്റെ സ്പേസ് വേണം. പിന്നെ നല്ല ബിസിയായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇനി 6-7 മാസം കൂടിപ്പോയാൽ 4-5 മാസം കൂടെ, അപ്പോഴത്തേക്ക് ഇവിടുന്ന് മാറാമല്ലോ. അപ്പോൾ അടുത്ത ഹെഡ് ക്വാർട്ടർ അവിടെ തന്നെ, വലിയ ദൂരമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ബോർഡ് പബ്ലിഷായി, ഞാൻ കമാൻഡിന് അപ്രൂവായി. പിന്നെ ഈ പോസ്റ്റിംഗ് വന്നാൽ മതി, എല്ലാവർക്കും സന്തോഷമായി. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ പോസ്റ്റിംഗ് വന്നു ഈ പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഡി ജി മാറി, പുതിയ ഡി ജി വന്നു. ഈ പറഞ്ഞ സ്ഥലത്തല്ല, ഈ പറഞ്ഞ സ്ഥലം വലിയ ഡേഞ്ചറൊന്നും അല്ലെങ്കിൽ ഡേഞ്ചറാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ശ്രീനഗറിൻ്റെ സെൻറ്ററിലാണ്, ഫുള്ളി കവേർഡ് ഏരിയ, അതായത് ആർക്കും അവിടെ നിന്ന് എൻ്റർ ചെയ്യാൻ പോലും ഒക്കാത്ത സ്ഥലമാണ്. എനിക്ക് പോസ്റ്റിംഗ് വന്നത് കാർഗിൽ സെക്ടറിലാണ്. ആ യൂണിറ്റിൽ വളരെ പ്രശ്നങ്ങളുള്ളൊരു യൂണിറ്റായിരുന്നു.
ഭയങ്കര പ്രഷറുള്ള യൂണിറ്റാണ്. ആ യൂണിറ്റാണ് ക്ലിയറൻസ് കാർഗിലിൽ ചെയ്തുകൊണ്ടിരുന്നത്. ആ യൂണിറ്റിൽ ആൾക്കാർ കുറവ്. കാരണം ഈ പട്ടാളക്കാർ ലീവിന് പോകുമ്പം അവർക്ക് ലീവ് തുടങ്ങുന്നത് ജമ്മുവിൽ തൊട്ടോ അല്ലെങ്കിൽ ചണ്ഡീഗഡ് തൊട്ടാണ്. അപ്പോൾ അവർ തിരിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് ലിഫ്റ്റ് കിട്ടുന്നത് വരെ അവർക്ക് ലീവാണ് അവിടെ. ഇപ്പം ഒരാൾ ചിലപ്പം ജമ്മുവിൽ വന്നു കഴിഞ്ഞ് ഇഞ്ഞ് മേളിലെത്താൻ വേണ്ടി ചിലപ്പോൾ 1.5 മാസം എടുക്കും ചിലപ്പം. അപ്പോൾ അത്രയും ദിവസം നമുക്ക് ആളില്ല. അപ്പോൾ യൂണിറ്റിൽ ആൾക്കാരില്ല. ഭയങ്കര പ്രഷറാണ് എല്ലാവർക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരു മനുഷ്യൻ, ഒരു പട്ടാളക്കാരൻ വേറൊരു പട്ടാളക്കാരനെ വെടിവെച്ചു. അയാൾ മരിച്ചു. അപ്പോൾ അതിൻ്റെ കോർട്ട് മാർഷൽ നടന്നു, അതിൻ്റെ ട്രയൽ നടന്നു കഴിഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ജഡ്ജ്മെൻ്റൊന്നും വന്നിട്ടില്ല. ഈ വെടിവെച്ച മനുഷ്യൻ തന്നെ സ്വയം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അത് തോക്ക് തെന്നി അയാളുടെ ഇവിടെ തോളത്തെ വെടികൊണ്ട് അയാൾ ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നു. അയാൾ ഞങ്ങളുടെ മിലിറ്ററി സെല്ലിൽ കിടപ്പുണ്ട്. അത് ഞങ്ങളുടെ പ്രസിനിൽ കിടപ്പുണ്ട്. ഞങ്ങളുടെ തന്നെ പ്രസിനുണ്ട്, അവിടെ കിടക്കുന്നു. ഇനി അയാളുടെ കാര്യങ്ങളുണ്ട്. ഇതാർക്കും ചെയ്യണ്ട. ആ യൂണിറ്റിലോട്ടാണ് എൻ്റെ പോസ്റ്റിംഗ് വന്നത്. എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഇതല്ലല്ലോ ആഗ്രഹിച്ചത്. അപ്പോൾ ഞാൻ ഉടനെ അന്ന് ചെയ്തുകൊണ്ടിരുന്ന അന്നത്തെ ഡി ജിയെ ഞാൻ ഫോൺ വിളിച്ചു. ഞാൻ സർ എന്നോട് പറഞ്ഞത് ഇവിടെ തരാമെന്നല്ലേ, എന്താ അത് മാറ്റിയത്? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു സർ പഴയ MS പറഞ്ഞു, അയാൾപ്പോഴും ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അയാൾ പറഞ്ഞു പോസ്റ്റിംഗ് തീരുമാനിക്കുന്നത് നമ്മളുടെ ആഗ്രഹം പ്രകാരമല്ല. പോസ്റ്റിംഗ് തീരുമാനിക്കുന്നത് ഓർഗനൈസേഷൻ്റെ, അതായത് സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റാണ്. ഇന്ന് നിന്നെ ഞങ്ങൾക്ക് അവിടെയാണ് ആവശ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു സർ ഞാൻ മാത്രമേ ഉള്ളൂ എപ്പോഴും ഈ ഓർഗനൈസേഷൻ്റെ ആവശ്യത്തിന് വേണ്ടി പോസ്റ്റ് ചെയ്തത്. എന്നെ ഡൽഹി പോസ്റ്റ് ചെയ്തെപ്പോഴും അതായിരുന്നു, എന്നെ കൽക്കട്ട പോസ്റ്റ് ചെയ്തെപ്പോഴും അങ്ങനെ പറഞ്ഞാൽ പോസ്റ്റ് ചെയ്തത്. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഓർഗനൈസേഷനിൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പറഞ്ഞ് അധികം നമ്മൾ വർത്തമാനം പറയണ്ട, പോയി ചാർജ് എടുക്കാൻ പറഞ്ഞു. ഞാൻ 2002 ഡിസംബറിൽ നിമ്മു എന്ന് പറയുന്ന ഹെഡ് ക്വാർട്ടറിൽ പോയി 30-ാം തീയതി പോയി ജോയിൻ ചെയ്തു. 7 ദിവസത്തെ അക്ലമറ്റൈസേഷൻ കഴിഞ്ഞ് ഡിസംബർ 8-ാം തീയതി ഞാൻ ചാർജ് എടുത്തു. അത് ജീവിതത്തിൻ്റെ വേറൊരു വഴിത്തിരിവായി മാറി എന്നുള്ളതാണ് സത്യം. കാർഗിൽ എന്ന് പറയുമ്പം എല്ലാവർക്കും മനസ്സിൽ വരുന്നത് ഓപ്പ് വിജയ് എന്നുള്ള സംഭവമാണ്. അങ്ങനെയാണ് കാർഗിൽ നമ്മളുടെയൊക്കെ വീട്ടിലെത്തിയത്. അന്നത്തെ TV കണ്ട ഒരു അവിടുത്തെ ഫയറിങ്ങും ബോഫേഴ്സിൻ്റെ ഫയറിങ്ങും ഒക്കെ കണ്ട് പരിചയപ്പെട്ട നമ്മൾക്ക് കാർഗിൽ എന്ന് പറയുമ്പം 99 അല്ലെങ്കിൽ 2000 നടന്ന യുദ്ധത്തെ പറ്റിയാണ് എല്ലാവർക്കും ഓർമ്മയുള്ളത്. 2002 ഞാൻ ചെല്ലുമ്പോൾ യുദ്ധവിരാമം എന്ന് നമ്മൾ പറയുന്നെങ്കിലും അവിടെ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിങ് നടക്കുന്ന സമയമാണ്. അതായത് ഇന്ത്യയും അങ്ങോട്ട് ഫയർ ചെയ്യും, പാകിസ്ഥാൻ ഇങ്ങോട്ടും ഫയർ ചെയ്യും. കാര്യം സീസ് ഫയർ ആയിട്ടില്ലായിരുന്നു. ഇത് പലർക്കും അറിയാൻ വയ്യാത്ത കാര്യമാണ്. 2004 ഫൈനലി സീസ് ഫയർ ആയത്, വെടി നിർത്തിയത്. ശരിക്കും പറഞ്ഞാൽ അത് പേപ്പറിൽ എന്താണെന്ന് അറിയാൻ വയ്യ, ഡോക്യുമെൻറ്റ്സ് എനിക്കറിയാൻ വയ്യ. അവിടുത്തെ സ്ഥലത്തെ യാഥാർത്ഥ്യം 2004 ഡിസംബറിലാണ് വെടി നിർത്തൽ നടന്നത്. അപ്പം വെടി ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ പോയി ചാർജ് എടുക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒരു വ്യക്തി, ഒരു പട്ടാളക്കാരൻ വേറൊരു മനുഷ്യനെ വെടിവെച്ച് കൊന്നു, അയാളുടെ ട്രയൽ കഴിഞ്ഞു എന്നുള്ള. അപ്പം കോർട്ട് മാർഷൽ കഴിഞ്ഞ് അദ്ദേഹത്തിന് ലൈഫ് ഇംപ്രിസൺമെൻറ്റാണ് അത് വിധിച്ചത്. ലൈഫ് ഇംപ്രിസൺമെൻ്റ് എന്ന് പറയുമ്പോൾ അയാളെ സിവിൽ ജയിലിൽ അയക്കണം. അപ്പോൾ അതങ്ങനെ അയക്കാൻ വേണ്ടി ഒരു കാഷ്യറിങ് പരേഡുണ്ട്. അതായത് ഈ പട്ടാളക്കാരനെ കൊണ്ട് നിർത്തി അയാളുടെ ചാർജ് വായിച്ച് കേൾപ്പിച്ച് അയാളോട് പറയും, ഞാൻ നിന്നെ ഇതാണ് നിൻ്റെ പണിഷ്മെൻറ്റ്, അത് നടപ്പാക്കാൻ പോക്കുന്നു എന്ന് പറഞ്ഞ് കമാൻഡിങ് ഓഫീസറാണ് അദ്ദേഹത്തിൻ്റെ ഈ റാങ്കും എല്ലാം വലിച്ച് കീറുക. ആക്ച്വലി ഇതിനെ ഒരു കത്തി വെച്ച് ഇതിനെ വലിച്ച് കീറുകയാണ്. അതായത് ഡിസോണർ
അതായത് അദ്ദേഹത്തെ മാനഭംഗം അങ്ങനെ അതായത് മാനത്തിന് കോട്ടം വരുത്തുന്ന പോലെ ആക്കിയിട്ടാണ്. അതായത് നീ കാണിച്ച പണി ഈ യൂണിഫോമിന് ഉതകുന്നതല്ലാത്തത് കൊണ്ട് യൂണിഫോം നിൻ്റെ ദേഹത്ത് നിന്ന് പിച്ച് ചീന്തുന്നു എന്നൊരു അതാണ് അതിൻ്റെ അർത്ഥം. മാറ്റിയിട്ടാണ് അദ്ദേഹത്തിന് സിവിൽ ജയിലിൽ കൊണ്ട് ഹാൻഡ് ഓവർ, വാറണ്ട് എഴുതി സിവിൽ ജയിലിൽ കൊണ്ട് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത്. കാഷ്യറിംഗ് പരേഡ് നടത്തേണ്ടത് CEO ആണ്, കമാൻഡിങ് ഓഫീസറാണ്, ഞാനായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് നിന്നു. ഈ വ്യക്തിയെ കയ്യിൽ വിലങ്ങിട്ട് കൊണ്ട് നിർത്തി. തൊപ്പിയില്ല, ബെൽറ്റില്ല, യൂണിഫോം മാത്രമേ ഉള്ളൂ. ഞാൻ ചാർജെല്ലാം വായിപ്പിച്ചു. ഞാൻ അങ്ങോട്ട് ചെന്നു, അത് വലിച്ചു കീറി. എന്നിട്ട് അപ്പം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഞാൻ കാണുന്നു. ഒരു ആ ഭാവം ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ഒരു എക്സ്പ്രഷനാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത്. അപ്പം ഞാൻ തിരിച്ച് നടക്കുന്ന നേരത്ത് ഞാൻ അവിടെ നിന്ന് സീനിയർ മോസ്റ്റ് സുബേദാർ മേജർ അവരോട് പറഞ്ഞു, സാബ് ഈ മനുഷ്യനെ എൻ്റെ ഓഫീസിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ശരിക്കും അത് ആവശ്യമില്ല, അനുവദിച്ചിട്ടുമില്ല. എനിക്കെന്തോ എൻ്റെ മനസ്സ് പറഞ്ഞ് ഇദ്ദേഹത്തോട് സംസാരിക്കണം. കാര്യം ട്രയൽ നടത്തിയത് ഞാനല്ല. അപ്പം ഇദ്ദേഹത്തെ എൻ്റെ ഓഫീസിൽ കൊണ്ടുവന്നു. ഞാൻ എൻ്റെ കസേര നെണിച്ച് മുമ്പിൽ വന്ന് നിന്നു. ഞാൻ SM പറഞ്ഞു, ഇയാളുടെ വിലം കഴിക്കാൻ പറഞ്ഞു. SM പറഞ്ഞു, ഇല്ല സാർ. ഞാൻ പറഞ്ഞു, വിലം കഴിക്കാൻ പറഞ്ഞു. അതിൽ വരുന്ന ഭവിഷ്യത്തുകൾ ഞാൻ സഹിച്ചോളാം, വിലം കഴിക്കാൻ പറഞ്ഞു. സാർ അപ്പം 2 പേര് കൂടെ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടും പുറത്തു പോകാൻ പറഞ്ഞു. അവർ രണ്ടും പുറത്തു പോയി വിലം കഴിച്ചു. SM സാബ് അയാളെയും പുറത്താക്കി. 2 മനുഷ്യ മുഖം നോക്കി. ഒരാളെ ഞാൻ ജയിലിലയക്കുകയാണ്. അയാളുടെ ജീവിതം തകർന്ന് നിൽക്കുന്ന മനുഷ്യനാണ്. തകർത്തത് വേറെ ആരെങ്കിലാണ്. അതിൻ്റെ വേർഡിക്റ്റ് കൊടുത്തത് ഞാനാണ്. ഇവിടെ സെൻറ്റൻസ് ചെയ്തതിനെ ജയിലോട്ട് അയക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്തിനാണ് അയാളെ കൊന്നത്? തെറ്റാണ്. തെറ്റല്ല സാർ. ഇനി കിട്ടിയാലും ഞാൻ കൊല്ലും. എനിക്കിത് 3 പേര് ബാക്കിയുണ്ട്, അവരെയും കൂടെ കൊല്ലണം. ഞാൻ പറഞ്ഞു, നിൻ്റെ ഈ മനസ്സിലെ ദേഷ്യം, അകത്തുള്ള ഈ ദേഷ്യം, ഈ പക നിന്നെയാണ് കൊല്ലാൻ പോകുന്നത്. ഇത് നമുക്ക് സമയമുണ്ട്, ഞാൻ നിന്നെ വന്ന് കാണാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പറഞ്ഞ് എന്താവശ്യമുണ്ടെങ്കിലും ചെയ്തു തരുമോ? ഞാൻ പറഞ്ഞു, നീ എന്നെക്കൊണ്ട് ഒക്കുന്നത് ഞാൻ ചെയ്തു തരാം. ഞാൻ സമയമാകുമ്പം പറയാം. അവന് എന്നോടൊരു വെറുപ്പുണ്ട്, പിന്നെ എതിർപ്പ്. അതായത് എൻ്റെ അതോറിറ്റിക്ക് പോയല്ലോ, ഇനിയിപ്പോൾ ഞാൻ അവൻ്റെ CEO അല്ല. അപ്പം എൻ്റെ മുഖത്ത് നോക്കി ഒരു എതിർഭാവത്തോടെ ഞാൻ ആവശ്യമുണ്ടെങ്കിൽ പറയാമെന്ന്. ഞാൻ ശരി, ഓക്കെ സാബ് കൊണ്ടുപോകാൻ പറഞ്ഞു. പിന്നെയും ബലം കെട്ടു, വണ്ടി കയറ്റി അവനെ ലേ ഡിസ്ട്രിക്ട് ജയിലിലോട്ട് കൊണ്ടുപോയി. അവിടെ കൊണ്ട് ഹാൻഡ് ഓവർ ചെയ്തു. ഞാൻ അടുത്ത ആഴ്ച ബിസിയായിരുന്നു. അതിൻ്റെ അടുത്ത ആഴ്ച ഞാൻ ഡിസൈഡ് ചെയ്തു അവനെ കാണാൻ പോകണമെന്ന്. അപ്പം ഞാൻ ജയിലിൽ ചെന്നു. ഇപ്പോൾ ജയിലിനോട് റിക്വസ്റ്റ്, ഇപ്പോൾ അവിടെയൊക്കെ ആർമി ഓഫീസർ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല റെസ്പെക്റ്റാണ്. ഞാൻ പോയി കണ്ടു, വർത്താനമൊക്കെ പറഞ്ഞു. 5 മിനിറ്റ് വർത്താനമൊക്കെ പറഞ്ഞു. ഞാൻ ജയിലിനോട് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. സാർ നോ പ്രോബ്ലം, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ജയിലിനോട് പറഞ്ഞു, താങ്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ യൂണിറ്റിൽ നിന്ന് അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഹീറ്റിങ്ങിനൊക്കെ സാധനം വേണം, അതൊക്കെ ഞാൻ പിന്നെ അയച്ചു കൊടുത്തു. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഇദ്ദേഹം ജയിലിലായി കഴിഞ്ഞാൽ 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴായിരിക്കും ഞങ്ങളുടെ സുബേദാർ മേജർ എൻ്റെ ഒരിക്കൽ വന്ന് പറഞ്ഞു, സാർ ഇയാളുടെ പേരിൽ ഒരു എഴുത്ത് വന്നിട്ടുണ്ട്, അല്ല വീട്ടിൽ നിന്നാണ്, അതാരോ തുറന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വായിക്കാൻ പറഞ്ഞു. തുറന്നെങ്കിൽ വായിക്കാമല്ലോ. വായിച്ചു. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വിവാഹമാണ്.
ആ പുള്ളിക്കാരിക്ക് കംപ്ലൈൻറ്റാണ്, നീ എന്നെ എഴുത്തെടുത്ത് അയച്ചു, നീ മറുപടി അയക്കുന്നില്ല, എന്താ എൻ്റെ കല്യാണത്തിന് വരാത്ത, എനിക്കൊരു ആങ്ങളെയല്ല ഉള്ളോ, നീ എല്ലാം നടത്തേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. മറാഠിയിലാണ് ഇത് എഴുതിയേക്കുന്നത്. വായിച്ചപ്പം എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. എന്നെ ഒന്ന് വിടാനും ഒക്കത്തില്ല, പറയാനും ഒക്കത്തില്ലല്ലോ. ആ ഞായറാഴ്ച ഞാൻ ഇദ്ദേഹത്തെ കാണാൻ പോയി. ഞാനൊന്നും പറഞ്ഞില്ല, ഈ എഴുത്ത് വന്ന കാര്യം പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും ഉണ്ട്. അപ്പോഴത്തേക്കും ആ ദേഷ്യം, എന്നോടുള്ള കോപവും ദേഷ്യവും ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഭയങ്കര ഗൗരവത്തോടൊക്കെ ഇരിക്കുകയാണ് പുള്ളിക്കാരൻ. എനിക്ക് നിങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ തിരിച്ച് വന്നിട്ട് ഈ സുധാർമ്മയോട് പറഞ്ഞു, സാബ്, അവൻ്റെ പെങ്ങൾ നമ്മളുടെ പെങ്ങളാണ്, അവൻ്റെ സഹോദരി നമ്മളുടെ സഹോദരിയാണ്, ഈ കല്യാണം നമ്മൾ നടത്തും. കുറച്ച് പൈസ ഞാനിട്ടു, ബാക്കി ഓഫീസേഴ്സൊക്കെ പൈസ ഇട്ടു, യൂണിറ്റിൽ നിന്ന് ഒത്തിരി പേര് എല്ലാവരും പൈസ ഇട്ടു. ഞങ്ങൾ പിരിച്ചിട്ടൊരു നല്ല എമൗണ്ടാക്കി. മഹാരാഷ്ട്രയിലുള്ള ഒരു സുധാറിൻ്റെ കയ്യിൽ പൈസയൊക്കെ ഏൽപ്പിച്ച് കഥയൊക്കെ പറഞ്ഞു, എങ്ങനെയാണ് പോയി പറയേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു. ഞങ്ങൾ വിട്ടു. ഈ സുധാർ ഈ പയ്യൻ്റെ വീട്ടിൽ പോയി. കല്യാണത്തെ പോയിട്ട് പറഞ്ഞില്ല, അതാ ഫീൽഡ് അങ്ങ് മേളിലാണ്, അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങാനൊക്കെ അവിടെയൊക്കെ ലൈൻ കട്ടാണ്, ലീവ് കിട്ടത്തില്ല, അവിടെ 6 മാസത്തേക്ക് പോകും. അത് 6 മാസമല്ല, 1 വർഷത്തിൽ കൂടുതലായല്ലോ. ഇല്ല, അത് എഴുത്തൊന്നും കിട്ടില്ല, ലീവ് ഇപ്പോൾ ആർക്കും കിട്ടുന്നില്ല, അവിടെയൊക്കെ ആക്ഷൻ അല്ലേ എന്നൊക്കെ പറഞ്ഞ്, നിങ്ങൾക്കറിയാൻ വയ്യേ, അവിടെ യുദ്ധം നടന്നതല്ലേ, അതാണ്, ക്ലിയറൻസ് ഉണ്ട്, മറ്റേതുണ്ട് എന്നൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞു. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, കല്യാണത്തിന് ആവശ്യം ഞങ്ങൾ ചെയ്യുന്നുണ്ട്, പൈസ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പൈസയെ കൊണ്ടുവന്ന് കല്യാണമൊക്കെ നടത്തി. നല്ല ഗംഭീരമായി, അവർ വിചാരിച്ചതിലൊക്കെ ഗംഭീരമായി. ഈ ഒരാൾ വിചാരിക്കുന്നതും ഒരു 200 പേര് വിചാരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതേ സ്കെയിലൊക്കെ വലുതാക്കി നന്നായിട്ട് നടത്തി. ഞങ്ങൾ ഈ വ്യക്തിയോട് പറഞ്ഞില്ല. കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു വന്നു. ഞാൻ പോയില്ല, ആ JCOയും 2 പേര് പോയി തിരിച്ചു വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പിന്നെ സഹോദരൻ്റെ എഴുത്ത് പിന്നെ ഞങ്ങളുടെ യൂണിറ്റിലോട്ട് വന്നു. ആരും പൊട്ടിച്ചിട്ടില്ല. അന്നേരം ഈ എഴുത്ത് ഞങ്ങൾ ജയിലിൽ കൊണ്ട് കൊടുപ്പിച്ചു. അത് കഴിഞ്ഞ് 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നത്. എന്നെ കണ്ട ഉടനെ ഓടി വന്ന് കാലെ പിടിച്ചിനെ കിടന്ന് കെട്ടിപ്പിടിച്ചത് വലിയ വായിൽ അദ്ദേഹം കരയുവാണ്. ഞാൻ എന്തോ പറ്റി? പറഞ്ഞു, സാർ എനിക്ക് സാറിനോട് ഭയങ്കര കോപവും ദേഷ്യമൊക്കെ ആയിരുന്നു, എനിക്ക് ദൈവമാണ് സാർ. ഞാൻ പറഞ്ഞു, ഞാൻ എന്തോ പറ്റിയെന്ന് പറ. ആ പുള്ളിക്കാരൻ എഴുത്ത് കാണിച്ചു. സാർ, എൻ്റെ പെങ്ങളുടെ എഴുത്താണ്. യൂണിറ്റിൽ നിന്നും ചേട്ടൻ ഇത്രയും വലിയ മനുഷ്യരാണ് ഞങ്ങൾ അറിഞ്ഞില്ല, ചേട്ടൻ ഇത്രയും പേരെ ഞങ്ങളുടെ വീട്ടിൽ അയച്ചു, ചേട്ടൻ്റെ ബഹുമാനമാണ്, ഇത്രയും വന്നിട്ടൊക്കെ ചെയ്തു, എല്ലാ നാട്ടിലെ ഈ വില്ലേജിലെ എല്ലാവർക്കും ഭയങ്കര ബഹുമാനമാണ് ചേട്ടനോട്, ഇത്രയും വലിയ ആളാന്ന് ആരും അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് സഹോദരിയുടെ ഒരു എഴുത്ത് ഈ മനുഷ്യന് കിട്ടുന്നു. അത് ഞാൻ 29 മാസം അവിടെ സെർവ് ചെയ്ത്, ഈ ആൾ ജയിലിൽ പോയിട്ട് അത് കഴിഞ്ഞ് 10-22 മാസം ഞാൻ ജോലി ചെയ്ത് കാണും ആ ഏരിയയിൽ. മിക്കവാറും മാസത്തിൽ ഒരിക്കൽ ഞാൻ അവിടെ പോയി കാണും. ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം എന്നോട് പറഞ്ഞു, സർ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എനിക്ക് ഈ ജയിലിൽ നിന്നൊരു ട്രാൻസ്ഫർ വാങ്ങിച്ചു തരുമോ, മഹാരാഷ്ട്രയിലെ ഇന്നടുത്തൊരു ജയിലുണ്ട് അങ്ങോട്ട്. അപ്പം അങ്ങനെ ഒരു പ്രൊവിഷനുണ്ട്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കാമെന്ന് സമ്മതിക്കുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാം, അതിൻ്റെ വേണ്ടുന്ന ഫണ്ടും ഒക്കെ നമ്മൾ കൊടുത്താൽ മതി. അത് ഞങ്ങൾ അറേഞ്ച് ചെയ്തു. ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ആർക്ക് ഉപകാരപ്പെടും എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ചെയ്യുന്നതിന് തെറ്റും ശരിയും ഒരു സൈഡിലാണെങ്കിലും ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായിട്ട് തെറ്റുകാരനെ പോലും നമുക്ക് തെറ്റിനെ വെറുക്കാം, തെറ്റുകാരനെ വെറുക്കാതെ സ്നേഹിച്ച് അവനെ സഹായിക്കാൻ ഒത്താൽ എത്ര കഠിന ഹൃദയനാണെങ്കിലും അവനുള്ളിലൊരു നുറുങ്ങുന്ന മനസ്സ്, സ്നേഹിക്കാൻ കഴിവുള്ളൊരു മനസ്സുണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു സംഭവം എന്നെ പഠിപ്പിച്ചു. അങ്ങനെ
29 മാസം ഞാൻ കമാൻഡ് ചെയ്തു. സാധാരണഗതിയിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ 24 മാസമാണ് മാക്സിമം നിൽക്കുന്നത്. കമാൻഡാണെങ്കിൽ 20 മാസമാണ്. ഞാൻ 29 മാസം ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ കമാൻഡ് ചെയ്ത് എനിക്ക് പോസ്റ്റിങ്ങിന് സമയമായി. ഞാൻ അന്നേരം അന്നത്തെ DGയെ ഫോൺ വിളിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു. അതിനിടയ്ക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ഒരു എസ്സേ റൈറ്റിംഗ് ഒരു ആർട്ടിക്കിൾ. അപ്പോൾ ഞാൻ എഴുതിയ എസ്സേക്ക് ഗോൾഡ് മെഡൽ കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു ഫെലിസിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഡൽഹിയിൽ പോയി. അപ്പോൾ ഈ DGയെ കണ്ടു. ഞാൻ DGയോട് പറഞ്ഞു, സർ, DG എന്നോട് ചോദിച്ചു, നീ പോയിട്ട് ഒത്തിരി നാളായില്ല അവിടെ. ഞാൻ പറഞ്ഞു, സർ, എന്നെ എന്താ താഴെ വരാത്തത്? ഞാൻ പറഞ്ഞു, സർ, സ്വയം താഴെ വരാനൊക്കെ ഞാൻ പണ്ടേ വന്നേനല്ലോ, സാറല്ലേ എന്നെ വിളിക്കേണ്ടത്. ഓക്കെ, ഞാൻ നിന്നെ വിളിക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് ഡൽഹിയിൽ വന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ ഇവിടെ പഠിപ്പിക്കുകയാണല്ലോ, അപ്പോൾ എൻ്റെ മക്കളും ഒരാൾ 12 ഇപ്പോൾ കഴിയും, അടുത്ത ആൾ 11 കയറും. ഞാൻ ഡൽഹി വന്നാൽ അവരെ പഠിത്തം പൂർത്തിയാക്കാൻ നോക്കും. നോ പ്രോബ്ലം, ഡൽഹി പോസ്റ്റ് ചെയ്യിക്കാം. അത് കഴിഞ്ഞ് ഞാനൊരു 2-3 ആഴ്ച കഴിഞ്ഞ് ഞാൻ പോസ്റ്റിംഗ് സെക്ഷനെ വിളിച്ചു. എൻ്റെ പോസ്റ്റിങ് ഡൽഹിക്ക് അയക്കാമെന്ന് പറഞ്ഞല്ലോ, എന്തുവായി? പോസ്റ്റിംഗ് ഇരിക്കുന്ന ബ്രിഗേഡ് എന്നോട് കയറി ചൂടായി. എന്താ അസഭ്യം പറയുന്നത്? നീ ഡൽഹി പോകുന്നത് നിന്നോട് ആരാ പറഞ്ഞു? DG പറഞ്ഞു, ഇല്ല, നീ അല്ല DGയോട് പറഞ്ഞത് നിനക്ക് സെക്കൻഡറാബാദിൽ പോകണമെന്ന്. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞേക്ക് ഡൽഹി വരണമെന്നാ. എനിക്കിതാണ് കാരണം. ഇല്ല, നീ ഡബിൾ ഗെയിം വേണ്ട, നിന്നെ ഞങ്ങൾ സെക്കൻഡറാബാദിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ DGയെ വിളിച്ചു. ഞാൻ പറഞ്ഞു, സർ, ഞാൻ താങ്കളോട് പറഞ്ഞില്ല എനിക്ക് സെക്കൻഡറാബാദിൽ പോകണം. എനിക്ക് നോ ചാക്കോ, ഓർഗനൈസേഷൻ നീഡ്സ് യു ഇൻ സെക്കൻഡറാബാദ്. അപ്പം ഞാൻ പറഞ്ഞു, സർ, ഈ ഓർഗനൈസേഷന് ഞാൻ മാത്രമേ ഉള്ളൂ എപ്പോഴും. എനിക്ക് 2 മക്കളുണ്ട്, എനിക്കെൻ്റെ ഭാര്യയ്ക്ക് അവിടെ ജോലിയുണ്ട്. ഞാൻ ചോദിച്ചത് ഡൽഹിക്ക് തിരിച്ചു. ഇല്ല, ഇപ്പം നീ പോയതല്ല ഉള്ളു, അറ്റ്ലീസ്റ്റ് 3 വർഷം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, സർ, ഞാൻ 3 വർഷമായിട്ട് ഡൽഹിയിലില്ല. ഈ 29 മാസം ഹൈ ഓൾട്ടിറ്റ്യൂഡിലും 8 മാസം ഞാൻ കൗണ്ടർ ഇൻസർജൻസി, 37 മാസമായി ഞാൻ പോയിട്ട്. ഇല്ലില്ല, നീ സെക്കൻഡറാബാദിൽ പോകണം, കുഴപ്പമില്ല, അവിടെ നിന്ന് ഞങ്ങൾ 6 മാസം കഴിയുമ്പോൾ തിരിച്ച് ഡൽഹി കൊണ്ടുവരാം. ഞാൻ പറഞ്ഞു, സർ, ഇതെങ്ങനെ നടക്കുന്നത്? അത് കുഴപ്പമില്ലാത്ത. അങ്ങനെ ഞാൻ കാർഗിൽ നിന്ന് സെക്കൻഡറാബാദിലെത്തി. കാർഗിലിലെ ഒരു അമിനേഷൻ പോയിൻ്റ് പാകിസ്ഥാൻ ബോംബിട്ട് എല്ലാം തകർത്തായിരുന്നു. അതിനെ ക്ലിയർ ചെയ്യണം. ഒരു ദിവസം പോയ ഗ്രൂപ്പിൽ ഇതെടുത്തപ്പം പൊട്ടി, ആ എടുത്ത ആൾ മരിച്ചു. അതോടെ യൂണിറ്റിൽ മൗനമായി, മൂകതയായി.